ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ വിഷയം സുന്ദരിച്ചീരയുടെ വിളവെടുപ്പാണ്. ഈ കാണുന്ന സുന്ദരിച്ചീരയുടെ നടീൽ രീതി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് കാണണം. ഇന്ന് അതിൻ്റെ വിളവെടുപ്പാണ്. ഇത് അല്പം താമസിച്ചു പോയതുകൊണ്ടാണ് ഈ ഒരു വളർച്ച നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇത് നടേണ്ട സമയത്തല്ല നട്ടുപോയത്. ഇതിന് കുറച്ചുകൂടെ നേരത്തെ നടണമായിരുന്നു. ഇത് വിത്ത് പാകി ഞാൻ ട്രെയിലല്ലാത്തതുകൊണ്ട് ഈ വേനൽക്കാലത്ത് നട്ടപ്പോൾ ഒത്തിരി വാടിപ്പോയായിരുന്നു. പിന്നെ നന്നായിട്ട് വെള്ളം കൊടുത്തും അതേപോലെ ഗോമൂത്രം നേർപ്പിച്ച് ശർക്കര ഇട്ട് നേർപ്പിച്ചത് 10 ഇരട്ടി ചേർത്ത് ഇലകളിൽ കൊടുത്താണ്. അല്ലാതെ നമ്മൾ കീടനാശിനി ഒരു കാരണവശാലും ഇതിൽ ഉപയോഗിക്കില്ല. കീടനാശിനി എന്ന് പറഞ്ഞാൽ ജൈവ കീടനാശിനി, അതായത് വേപ്പെണ്ണയും അല്ലാതെ വെളുത്തുള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉപയോഗിക്കില്ല. ഇലയ്ക്ക് കയ്പുണ്ടാവും. അപ്പോൾ ഗോമൂത്രം അതേപോലെ ചാണകം സ്ലറി. പിന്നെ ഇതിനകത്ത് ഏറ്റവും നന്നായിട്ട് പെട്ടെന്ന് വളർച്ച കിട്ടുന്നത് ഞാൻ പറഞ്ഞു, പിന്നെ കടലപ്പിണ്ണാക്ക്. അപ്പോൾ ഇത് ഇപ്പോൾ ഏകദേശം വളർച്ച എന്ന് പറഞ്ഞാൽ സുന്ദരിച്ചീരയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് വിളവെടുപ്പിനുള്ള കാലം ഇതല്ല. ഇതിപ്പോൾ ഏകദേശം ഞാൻ താമസിച്ചു പോയതുകൊണ്ടാണ്. അതതിൻ്റെ ആ വിത്ത് പാകിയത് ഞാൻ ട്രേക്കകത്തല്ല പാകിയത്, സാധാരണ പോട്രേക്കകത്താണ് പാകുന്നത്. പോട്രേക്കകത്ത് പാകിയുള്ള ഗുണം ഞാൻ ആ വീഡിയോ ഞാൻ ചെയ്യും. പോട്രേക്കകത്ത് പാകിയുള്ള ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പിഴുത് വയ്ക്കുമ്പോൾ ചീര തൈകൾക്ക് ഒരു ക്ഷീണം ഉണ്ടാവുകയില്ല. ഇത് ഞാൻ പിഴുതെടുത്തപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട്, വൈകുന്നേരങ്ങളിലാണ് ഞാൻ നട്ടത്. അപ്പോൾ നട്ട രീതിയിൽ പിന്നെ പിറ്റേ ദിവസത്തെ വെയിലത്ത് ഇത് മുഴുവൻ അങ്ങ് വാടിപ്പോയി. നന്നായിട്ട് വാടിപ്പോയെന്ന് പറഞ്ഞാൽ ഉണങ്ങിയ പോലെ തന്നെ വാടിപ്പോയിരുന്നു. പിന്നെ തുടർച്ചയായിട്ട് വെള്ളം 2 നേരം കൊടുത്തതിന് ശേഷമാണ് ഇതിന് ഒരു ചെറിയ ആരോഗ്യം വന്നത്. അതിനുശേഷം മാത്രമേ ഞാൻ ഒരു 2 തവണ മാത്രമേ ഇതിന് ഏകദേശം ഗോമൂത്രം നേർപ്പിച്ചത് ഒഴിച്ചിട്ടുള്ളൂ. അത് ഇലകളിലാണ് കൊടുത്തത്. പിന്നെ അല്ലാതെ ചുവട്ടിലും ചാണകപ്പൊടിയും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് വളത്തിന്റെ കുറവ് മാത്രമല്ല, പറ്റിപ്പോയത് ഇതിന്റെ ഇതിനകത്ത് നിന്ന് കൊടുത്ത നട്ട സമയത്തെ ആ ഒരു വ്യത്യാസമുണ്ട്. അതേപോലെ ഇതിനകത്ത് പോട്രയ്ക്കകത്ത് നടാത്തതിന്റെ ഒരു വിഷയമുണ്ട്. എന്നിരുന്നാലും അകലം പാലിക്കുന്നത് ഏറ്റവും അനുയോജ്യമാണ്. അതുകൊണ്ടല്ലോ ഇപ്പൊ ഏകദേശം തന്നെ ഈ സുന്ദരിച്ചീരയുടെ വലിപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിപ്പം വരെ പോവും, നന്നായിട്ട് പോവും. ഇത് നമുക്ക് ഇലക്കറികൾക്ക് ഉപയോഗിക്കുമ്പോൾ ഈ ഒരു പരുവത്തിൽ ഇച്ചിരൂടെ വരുമ്പോൾ തന്നെ നമുക്ക് ഉപയോഗിക്കുന്നതാണ് നല്ലത്. പിന്നെ അതേപോലെ ഇത് മുറിച്ച് നിർത്തി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും അനുയോജ്യം. ഞാനിത് മുറിച്ച് തന്നെയാണ് എടുക്കുന്നത്. ഈ ഒരു തണ്ടിന്റെ അവിടം വെച്ച് മുറിക്കുകയാണെങ്കിൽ നമുക്ക് ബ്രാഞ്ചസ് ആയിട്ട് പിന്നെയും നന്നായിട്ട് ഒരു 2-3 തവണ തന്നെ നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് വരുന്നത് ഏകദേശം ഇതിന്റെ വിത്തിന്റെ ആ ഒരു സമയത്തിലേക്ക് മാറും. പിന്നീട് നമുക്ക് ഇതിന്റെ തണ്ട് മൂത്ത് കഴിഞ്ഞാൽ ഇതിന് നമുക്ക് വിത്ത് എടുക്കാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ളൊരു ചീര ഞാനിത് കെട്ടിയേക്കുന്നതെന്ന് വെച്ചാൽ പന്നിശല്യം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിയിരിക്കുന്നത്, കെട്ടിമറിച്ചത്. അത് നല്ല രീതിയിൽ ചെയ്യാവുന്നവർക്ക് എളുപ്പമുള്ള ഒരു കൃഷിയാണ്. അതാണ് നോക്കി, ഇതിന് എന്തെങ്കിലും അസുഖമുണ്ടോ? ഒന്നുമില്ല. മറ്റുള്ള ഇത് ഇടകലർത്തി നടാൻ ഏറ്റവും നല്ലത്. നമ്മുടെ പച്ച ചീരയുടെ കൂടെ അതേപോലെ തന്നെ ചുമന്ന ചീരയുടെ കൂടെ എല്ലാം ഇടകലർത്തി നടാം. ഇതിന് വലിയ അസുഖമൊന്നും ബാധിക്കത്തില്ല, അതുകൊണ്ട് ഇലയ്ക്കൊന്നും വലിയ പുഴുക്കേടൊന്നും വരത്തില്ല. അല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ വീട്ടിൽ ഉണ്ടാക്കി വളർത്തിയെടുക്കാവുന്നതാണ് ഈ ഒരു സുന്ദരിച്ചീര. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.